ഇന്നലെ മറുനാടൻ മലയാളികളുടെ പോർട്ടലിലും ലൂസ് ടോക്കിലുമായിട്ട് പുറത്തുവിട്ട ഒരു വാർത്ത. ആ വാർത്ത ഇന്ന് കേരളമാകപ്പാടെ ചർച്ച ചെയ്യുകയാണ്. പതിവ് പോലെ എന്തിനെ പറയണം, അത് പലതും നമ്മൾ പുറത്തു വിടുകയും പിന്നീട് മറ്റുള്ള ഏറ്റെടുത്തുകയും ചെയ്യുന്നതാണ് അവസ്ഥ. മറ്റു മാധ്യമങ്ങളെല്ലാം ഇന്ന് അത് ഏറ്റെടുത്ത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. കാരണം കേരളം തന്നെ നടുങ്ങിയ ഒരു വിഷയമായിരുന്നു. ആ ഒരു വിഷയം എനിക്കൊന്ന് ഇന്നലെ മണിയമ്പിള്ള രാജുവിൻ്റെ ആക്സിഡൻറ്റ് വാർത്തയ്ക്കുള്ളിൽ മുങ്ങിപ്പോകേണ്ടിയിരുന്ന ഒരു വിഷയമായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച വാർത്തകൾ ഇന്നലെയാണ് വന്നത്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല കേന്ദ്രീകരിച്ച് ഒരു സ്പായിൽ ഒരു ജീവനക്കാരിയെ കാപ്പ പ്രതിയുടെ നേതൃത്വത്തിൽ ഗുണ്ടാസംഘം അതിക്രമിച്ച് കയറി പട്ടാപ്പകൽ അതിക്രൂരമായി. അല്ല, നമുക്ക് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, പത്തനംതിട്ടയുടെ ജില്ലാ ആസ്ഥാനം പത്തനംതിട്ട ആണെങ്കിലും പത്തനംതിട്ടയെക്കാളും വലിയ നഗരമാണല്ലോ നിങ്ങളുടെ അവിടെ തിരുവല്ല എന്ന് പറയുന്നത്. അതുപോലുള്ള ഒരു തിരക്കേറിയ ഒരു നഗരത്തിൽ ഇങ്ങനൊരു സംഭവം പട്ടാപ്പകൽ നടന്നു എന്ന് പറയുമ്പോഴേ നമുക്കത് വിശ്വസിക്കാൻ പോലും പാടെ തോന്നുന്നുണ്ട്. അത് സംബന്ധിച്ച് ചില സൂചനകൾ ഇന്നലെ നമ്മൾ നൽകിയിരുന്നു. അതായത് പോലീസ് ഗുണ്ട അവിശുദ്ധ ബന്ധം ഇതിനൊരു കാരണമായി എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അത് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, സ്പാകൾ എന്ന് പറയുന്ന ഈ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം പത്തനംതിട്ടയിൽ SP അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആഭ്യന്തര അന്വേഷണം പോലീസിനെതിരെ ഇന്റലിജൻസ് വിഭാഗം അന്വേഷണം നടത്തുന്നു. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം പോലീസ് അവിടെ കയറി മാസപ്പടി വിരിക്കുന്നു. എറണാകുളത്ത് സംഭവിച്ചതുപോലെ തന്നെയാണത്. അതെ, ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്തയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ ഈ വാർത്ത വന്നതിന് പിന്നാലെ, അതായത് സ്പായിൽ ജീവനക്കാരിയെ കത്തി കഴുത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്യുന്ന വാർത്ത പുറത്തു വിട്ടതിന് തൊട്ട് പിന്നാലെ ഫോളോ അപ്പ് ആയിട്ട് ഞാൻ തന്നെ കൊടുത്ത സ്റ്റോറിയായിരുന്നു ഈ സ്ഥാപനത്തിൽ നിന്ന് പോലീസിന് മാസപ്പടിയുണ്ട് എന്നുള്ളത്. പോലീസുകാർ മാസപ്പടി വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഗുണ്ടകൾ വിവരം അറിയുമല്ലോ, അവരും പക്ഷേ ഇന്നിപ്പോൾ രാവിലെ വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം ഈ സ്ഥാപനത്തിന്റെ ഉടമ ഒരു ഡോക്ടറാണെന്ന് പറയുന്നു. ഒരു ഡോക്ടറാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന് ഇതുവരെ 12 സ്പാ കേരളത്തിലുടനീളമുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ എന്ന് പറയുന്ന ആളുടെ ഈ സ്പായില് വേറെ സ്പായുടെ കൊട്ടേഷൻ എടുത്താണ് ഈ കാപ്പ പ്രതികൾ വന്നതെന്നാണ് അവർ പറയുന്നത്. ഈ സ്പായുടെ എതിരാളി സ്പായുടെ ആളുകളാണ് ഇവരെ പറഞ്ഞേച്ചത്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിരിക്കാം. അപ്പോൾ അവർക്കിത് കിട്ടാതെ പോകുന്നതുകൊണ്ട് മറ്റുള്ളവർ ഇങ്ങോട്ട് വിട്ടു. പ്രൊഫഷണൽ ജലസി എന്നൊക്കെ പറയുന്നത് പോലെ ഉണ്ടായതാകാനുള്ള സാധ്യതയാണ്. അതിലൊക്കെ ഞെട്ടിക്കുന്ന വിവരം ആ പെൺകുട്ടിയുടെ ഇൻ്റർവ്യൂ ചാനലുകളിൽ വന്നിട്ടുണ്ട്. അതായത് ഇരയായ പെൺകുട്ടിയുടെ. അപ്പം ആ പെൺകുട്ടിയുടെ അത് ദളിത് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെന്നാണ് അത്തരത്തിലൊരു കേസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു വകുപ്പുകൾ കൂടി ഇതിനകത്തേക്ക് വരും എന്നുള്ളതാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഗുണ്ടാസംഘം വരുന്നു. ആ കുട്ടിയെ ഭിത്തിയോട് ചേർത്ത് നിർത്തി അപമാനിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് അതിൽ തന്നെ കാണാം. അതിനുശേഷമാണ് അകത്തെ മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ട് സ്പാ ബെഡിൽ കിടത്തിയിട്ടാണ് കഴുത്തിൽ കത്തി വെച്ച് ഇവർ അവിടെ ഈ സ്പായിൽ വന്ന ഒരു ഉപഭോക്താവിനെ പിടിച്ചുകൊണ്ട് പോയി മെത്തയിൽ കിടത്തിയിട്ട്. അതെ, അവിടെ വന്ന ഒരാളെയും കൂടി ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മരണം സുബിൻ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ്, കാപ്പ ഗുണ്ടാ നേതാവ്, അയാൾ പറയുന്നത് എനിക്ക് ഉന്നതങ്ങളിൽ പിടിയുണ്ട്, നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പരാതിയുമായിട്ട് പോയാൽ നിനക്കൊന്നും സംഭവിക്കാൻ. അതെപ്പോഴും സ്വാഭാവികമാണല്ലോ, ഇത്തരക്കാരെ സംരക്ഷിക്കുന്നത് എപ്പോഴും ഉന്നതന്മാരായിരിക്കുമല്ലോ. അപ്പോൾ തിരുവല്ല പോലീസിലെ കുത്തഴിഞ്ഞ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു. അതിനേക്കാളെല്ലാം ഉപരി നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ക്രമസമാധാനം എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല. ഒരു ക്രമസമാധാനമില്ല. കേരളം നമ്പർ 1 എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലത്തെ ക്രിമിനൽ പരിപാടിക്കാണ് നമ്പർ 1 നമ്മൾ പറയേണ്ടി വരും. ഏത് ക്രിമിനലിനും ഏത് നേരത്തും പട്ടാപ്പകലും പാതിരാത്രി എല്ലാം അഴിഞ്ഞാണുള്ള അവസരം കേരളത്തിലുണ്ട്. ഇതിപ്പോൾ കൊട്ടേഷൻ ആണെന്ന് കരുതിക്കോളുക. ഇപ്പം നമ്മളൊരു കൊട്ടേഷൻ കൊടുത്താൽ പട്ടാപ്പകൽ സർക്കാർ ഓഫീസിൽ കയറി ഇവർ ഇങ്ങനത്തെ പരിപാടി കാണിക്കുമല്ലോ. കാരണം അവർക്ക് ആരെയും ഭയക്കാനില്ല, ഞങ്ങളെ ആരും ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ധാരണ അത് അവർ കൃത്യമായിട്ട് പറയും. തന്നെ മരണമുണ്ട്. പിന്നെ ഇയാളെ ഉപയോഗിച്ചിരിക്കുന്ന എതിർ കക്ഷിക്കാരാണെന്ന് പറയുന്നു. പിന്നെ ആ ഉടമയുടെ ഒരു ഫോൺ സംഭാഷണം രാവിലെ ഞാൻ കേട്ടു. അതിനകത്ത് അയാൾ പറയുന്നുണ്ട് പോലീസുകാരും ഗുണ്ടകളും പണം ചോദിച്ച് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഒരു സ്പാ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ പോലീസിന് പടി വേണം, ഗുണ്ടയ്ക്ക് പടി വേണമെങ്കിൽ ആ സ്പായ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കും. മാത്രമല്ല രാഷ്ട്രീയക്കാർക്ക് സമ്മാനം കൊടുക്കേണ്ടി വരുമല്ലോ, ഓരോ പേരിലും അവർ പിരിക്കുമായിരിക്കും ഇവിടെ കയറി. അല്ല, ഈ ഗുണ്ടകളെ വളർത്തിയിരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരാണ്. മിക്ക ഗുണ്ടകളെ വളർത്തിക്കൊണ്ടുവരുന്നത് രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇവരെ വളർത്തുന്നത്. അതപ്പം അതിലൊക്കെ ഉപരി പിന്നെ നമ്മുടെ ഇപ്പോൾ ഭരണകക്ഷിയില്ല CPM ഏറ്റവും വലിയ വിഭാഗീയത നിലനിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. അതിൽ തന്നെ ഏറ്റവും വലിയ വിഭാഗീയത നിലനിൽക്കുന്ന സ്ഥലം തിരുവല്ലയാണ്. അപ്പോൾ ഈ തിരുവല്ലയിൽ 2 വിഭാഗമാണ്. ഓരോ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന ആൾക്കാരും വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇടപെടിയിൽ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു സംഭവം,
പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അടക്കം ഈ സ്പാകളിൽ നിന്ന് പിരിക്കാൻ പോയി എന്നുള്ളതാണ്. ഈ രഹസ്യാന്വേഷണ വിഭാഗമാണ് മറ്റ് പോലീസുകാരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉന്നതങ്ങളിൽ അറിയിക്കേണ്ടത്. വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് 2 രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഉണ്ടല്ലോ. അതായത് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് SP കീഴിലും സംസ്ഥാന ഇൻ്റലിജൻസ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്ന നേരിട്ട് ഇൻ്റലിജൻസ് ADGPയുടെ കീഴിലുള്ള സംവിധാനമാണ്. ഇതിൽ ഈ തിരുവല്ലയിലെ കാര്യം നോക്കി ഏറ്റവും രസകരമായ കാര്യം, തിരുവല്ലയിൽ ഇത്രയും വലിയ സംഭവം നടന്നത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചുകാരുടെ അറിവോടുകൂടിയാണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ അവരെ വെള്ളപൂശിക്കൊണ്ടൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഇൻ്റലിജൻസിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. കാരണം ഇൻ്റലിജൻസിൻ്റെ അവിടുത്തെ ഫീൽഡ് ഓഫീസർ സഹിതം ഈ പറയുന്ന ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചുകാരെ വെള്ളപൂശിക്കൊണ്ട് നടത്തിയിരിക്കുന്ന റിപ്പോർട്ടാണ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. പോലീസുകാർ കുറ്റം ചെയ്യുമ്പോൾ അന്വേഷിക്കാത്തുന്ന പോലീസുകാർ വളരെ മഹാന്മാരാണ് ഇവരെന്നാണ് പലപ്പോഴും എഴുതി കൊടുക്കാറുള്ളത്. അതൊരു സ്ഥിരം രീതിയാണ് നമ്മുടെ നാട്ടിൽ. പിന്നെ രാഷ്ട്രീയ സംരക്ഷണം കാണുമല്ലോ അവർക്ക് എല്ലാവർക്കും. പിന്നെ ഈ ഫീൽഡ് ഓഫീസർമാർ എപ്പോഴും നിതാന്ത ജാഗ്രത പുലർത്തേണ്ട ആൾക്കാർ. അവർ പലരും തട്ടുകടയും പലചരക്കടയൊക്കെ ആയിട്ട് നടക്കുക. ഇവർ ഈ യൂണിഫോം ഇടണ്ട, ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ പോരെ. അവർ തട്ടുകട നടത്തുന്നു, പലചരക്കട നടത്തുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ആവശ്യം അടയ്ക്കുക. ഇമാതിരി സ്പായ് ഇവർ നടത്തുന്നുണ്ടെന്നുള്ള അന്വേഷിച്ച് നോക്കി അറിയാം. ചിലപ്പോൾ ഈ സ്പായുടെ പിന്നിൽ ഇവർ ഉണ്ടാവുമല്ലോ. അതെ, നമുക്ക് ചിലപ്പോൾ അറിഞ്ഞുകൂടാ. ഇവരുണ്ടാവാനുള്ള സാധ്യത ലാഭവിധം കിട്ടുന്നുണ്ടായിരിക്കും അവർക്കൊക്കെ ഈ പറഞ്ഞതല്ലോ. പിന്നെ ഈ പോലീസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. ഇതൊരു പോലീസുകാരന്റെ കടയാണെന്ന് പറഞ്ഞാൽ പിന്നെ വലിയ ശല്യം അവിടെ ഉണ്ടാകും. പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകത്തില്ല, ഗുണ്ടകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ശരി, ഇതൊരു ശരിക്കും ഒരു പെൺകുട്ടിയെ അതിഭീകരമായിട്ട് നിസ്സഹായ ഒരു പെൺകുട്ടിയെ അതിഭീകരമായിട്ട് റേപ്പ് ചെയ്ത ഒരു സംഭവമാണ്. അത് 6 പേര് ചേർന്നാണ് ഇതിന് അവസരം ഒരുക്കിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ സ്ഥാപനത്തിനുള്ളിൽ സഹപ്രവർത്തകരുടെ സഹായവും കിട്ടിയെന്ന് പറയുന്നുണ്ട്. കിട്ടിയെന്നാണ് അതിൻ്റെ വഴി. നമ്മൾ വളരെ വിചിത്രമാണത്. മാത്രമല്ല ഇത് രസകരമായ കാര്യം, ഇത് ഇന്നലെ സംഭവം പുറത്തു വരുന്നു, ഇന്ന് വരെ ഇത്രയും സമയം മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുക്കുന്നു. നമ്മുടെ നാട്ടിൽ സെലക്റ്റീവ് പ്രതികരണക്കാരായ ഒരു സ്ത്രീ സംഘടനകളും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. രാഷ്ട്രീയക്കാരും രംഗത്ത് വന്നിട്ടില്ല. രാഷ്ട്രീയക്കാരും ഇതുവരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ക്രമസമാധാനം തകർന്നു എന്ന് വിലപിക്കാൻ എനിക്ക് പ്രതിപക്ഷം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ്. കാരണം അവർക്ക് എല്ലാവർക്കും ഈ കച്ചവടം ഉള്ളതുകൊണ്ട് എല്ലാവരും ഉള്ളത് പങ്ക് പറ്റുന്നവരായിരിക്കും. അത് തന്നെ എൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഞാനൊരു 10-15 വർഷം മുമ്പ് കൊച്ചിയിൽ ജോലി നോക്കുമ്പോൾ അന്ന് അവിടെ മുഴുവൻ എല്ലായിടത്തും ഈ പോസ്റ്റർ ഇട്ടിച്ചേക്കും ഈ പിന്നെ സ്പായെ കുറിച്ചുള്ളത്. പക്ഷെ അന്ന് കൊച്ചിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ സ്പാ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തും എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഈ പോസ്റ്റിലെല്ലാം ഇതിൻ്റെ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ മാസ്റ്റേഴ്സിനെ കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്, സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ തിരുമുന്ന ആൾക്കാരുടെ ഒരു പ്രായം അനുസരിച്ച്, അതായത് തിരുമ്മി കൊടുക്കുന്ന ആൾക്കാരുടെ പ്രായം അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് എന്നാണ്. ഓ, അങ്ങനെയാണ്. ആയിരങ്ങളായിരിക്കും. ഇപ്പം ഈ തിരുവല്ലയിൽ ഇന്നലെ നടന്ന ഈ അതിക്രമം നടന്ന സ്പായിൽ 2500 രൂപയാണ് റേറ്റ് ഒരു തവണത്തെ 2 മണിക്കൂർ തിരുമുന്ന പരിപാടിക്ക് മേടിക്കുന്നത്. അവിടെ തന്നെ അങ്ങോട്ട് മാറി കുറച്ചുകൂടി സെറ്റപ്പൊക്കെ ഉള്ള സ്പാ ആണെങ്കിൽ അതിന് 3000. ഇത് പഞ്ചനക്ഷത്ര സ്പാകളുണ്ട്, 5000 ഒക്കെ വരുന്ന പരിപാടികൾ. ഈ സ്പാ എന്ന് പറയുന്ന ഒരു സംസ്കാരം, ഇത് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ പൊതുജനത്തിന് ഒരു 90% ഇത് എന്താണെന്ന് അറിഞ്ഞൂടാ. സ്പാ എന്നെ കഴിഞ്ഞ ഒരാൾ വിളിച്ചു ചോദിച്ചു എന്താണ് സ്പാ, അവർക്ക് അറിയില്ല. അവർക്ക് എല്ലാ ഇപ്പം പത്തനംതിട്ടയിലാണെങ്കിലും ഉണ്ട്, സ്പാ ഉണ്ട്. പത്തനംതിട്ട ടൗണിലും ഉണ്ട്, തിരുവല്ലയിലുണ്ട്. ഇപ്പം മുക്കിന് ഈ സ്പാ എന്ന് പറയുന്ന സംഭവം നിലവിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് വേറെയും കാര്യങ്ങളുണ്ട്, CCTVകളുണ്ട്. ഈ CCTV വെച്ചിട്ട് നമുക്കൊരാളെ ഈസി ആയിട്ട്, ഇപ്പം ഞാനൊരു സ്പായിലേക്ക് പോകുന്നു. സ്പാ എന്ന് പറയുമ്പോൾ എന്തോ മോശം സംഗതിയാണെന്നാണ് നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള വെപ്പ്. ഇനി അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും നമ്മുടെ പുരുഷൻ അവിടോട്ട് പോകുമ്പോൾ അയാളെന്തോ തെറ്റായ ഒരു മാർഗത്തിൽ പോയി എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ ആ വരുന്ന സ്ഥലത്താണ് ഈ CCTV വെച്ചിരിക്കുന്നത്. നാളെ എൻ്റെ ഈ CCTV എടുത്തിട്ട് എന്നെ കാണിച്ചിട്ട് ഇവിടെ വന്ന സാധനം ഞാൻ പുറത്ത് വിടും. എറണാകുളത്ത് അതാണല്ലോ സംഭവിച്ചത് ആ പോലീസ് സ്റ്റേഷനിൽ. അതിൽ നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോഴും ഈ പറയുന്ന സ്ഥലത്തെ CCTVയിലാണല്ലോ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ പിന്നീട് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും വളരെയധികം ഉണ്ട്. അപ്പം അതിന് ഈ പോലീസിൻ്റെ പിന്തുണ കൂടി ആയതോടെ പരാതി കൂടെ വരികയാണെങ്കിൽ അത് ഒതുക്കാൻ വേണ്ടി പോലീസിൻ്റെ പിന്തുണ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാസപ്പടി കൊടുക്കാം. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ. എനിക്കൊന്നുമില്ല, പത്തനംതിട്ട ജില്ലയിലായിരിക്കില്ലേ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം പ്രവാസികളുള്ള ജില്ലകളിലൊന്ന്. അതുകൊണ്ട് തന്നെ ധാരാളം പണം ആളുടെ കൈവശം ഉണ്ടാകുന്നു. ഇതുപോലത്തെ സ്പാകൾ തുടങ്ങുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം അതായിരിക്കും. അതെ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമുക്ക് ഈ പറഞ്ഞ വിവാദമായ സ്പായുടെ ഉടമയ്ക്ക് വേറെ 12 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. 12 സ്പാ ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം. എന്താണെങ്കിലും ഈ ഒരു ബിസിനസ്സിന് പിന്നിൽ ചില കള്ളക്കളികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പടി ചോദിച്ച ആൾക്കാർ വരുന്നതും
നമുക്ക് കൊടുക്കാൻ നിർബന്ധിതരാവുന്നത് അവർ. അതായത് മറച്ചു വയ്ക്കാനുള്ളവർക്കല്ലേ അത് കൊടുക്കേണ്ടി വരും. നിയമവിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് കാശ് കൊടുക്കുള്ള കൈക്കൂലി കൊടുക്കും, ആൾക്കാർ കൈക്കൂലി കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇവരൊക്കെ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നതാണ് എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ശരി, നമ്മുടെ വലിയ ഒരു ക്രമസമാധാന തകർച്ചയാണ് ഈ സംഭവത്തിലൂടെ വെളിയിൽ വന്നിരിക്കുന്നത്. ഒരാൾ സ്പായിൽ നടക്കുന്ന എന്തോ ആയിക്കോട്ടെ, അയാളൊരു സ്ഥാപനം നടത്തുന്നു, ഒരു പ്രസ്ഥാനം നടത്തുന്നു, അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരികൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഭ്യന്തര സംവിധാനം, ക്രമസമാധാനം തകർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെ ഈ സംഭവം മാറിയിരിക്കുകയാണ്.